സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ട് മുഅ്മിനീങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നല്ലോണം സൂക്ഷ്മതയിൽ ജീവിക്കണം ഉമ്മമാരെ. നല്ലോണം സൂക്ഷ്മതയിൽ ജീവിച്ച പെണ്ണുങ്ങൾക്കൊക്കെ അവിടെ കിട്ടുന്ന മഹത്വം അറിയാം. കണ്ടില്ലേ, നിങ്ങൾ ചെറിയ ചെറുപ്പക്കാരിയായി 10-24 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ഥാനം കണ്ടില്ലേ ഉമ്മമാരെ. അന്യപുരുഷന്മാരിലേക്ക് തീരെ രംഗത്തിറങ്ങാത്ത മഹദിയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. അന്യപുരുഷന്മാര് ആരും കാണാതിരിക്കാനാണ്, ആരും ശരീരത്തിന്റെ ചെറിയൊരു മോഡൽ പോലും അറിയാതിരിക്കാനാണ് ഭർത്താവിനോട് വസിയ്യത്ത് ചെയ്തത്. പകലിൽ മരിച്ചാലും രാത്രി മരിച്ചാലും രാത്രിയെ മറവ് ചെയ്യാവൂ. പകലിൽ എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ കാറ്റടിച്ചിട്ട് എന്റെ ശരീരത്തിന്റെ ആകൃതി പോലും കൊണ്ടുപോകുന്ന ആണുങ്ങളിൽ ഒരാൾക്കും ബോധ്യപ്പെടരുത്. അതുകൊണ്ട് പകലിൽ മരിച്ചാലും രാത്രി മരിച്ചാലും രാത്രിയെ ജനാസ എടുത്ത് മറവ് ചെയ്യാവൂ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് പകലിലാണ്. വിശുദ്ധ റമളാനിന്റെ 3 പകലിലാണ് വഫാത്തായത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകണം. മഗ്രിബിന് നോമ്പും തുറന്ന ശേഷം ഇങ്ങോട്ട് വന്നാൽ മതി. മഗ്രിബിന് ശേഷമേ ജനാസ എടുക്കൂ. അത് ബീവിയുടെ വസിയ്യത്താണ്. അതിനു മുമ്പ് ജനാസ എടുക്കൂല. അത്രത്തോളം സൂക്ഷ്മതയിൽ ജീവിച്ച മഹദിക്ക് നാളെ പാരത്രിക ലോകത്തെത്തുമ്പോ നമുക്കൊക്കെ കേൾക്കാം ഒരു അനൗൺസ്മെന്റ്. ഓ മഹ്ശറിൽ നിൽക്കുന്ന കൂട്ടം കൂടി നിൽക്കുന്ന മുഅ്മിനീങ്ങളെ, എല്ലാവരും ഉള്ളൂ അബ്സാറക്കും, നിങ്ങളെ കണ്ണൊന്ന് തായോട്ടൊന്ന് ചിമ്മിക്കൊടുക്കണം, ഒന്ന് താഴ്ത്തിക്കൊടുക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് പാലം കടന്നോട്ടെ എന്ന് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു അനൗൺസ്മെന്റ്. സ്വീകരിക്കാൻ വരുന്ന സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന മലക്കുകൾ ഇരുഭാഗത്തുമുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒറ്റക്ക് ആനയിച്ചുകൊണ്ട് അവർ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ അവിടെ തടിച്ചുകൂടി നിൽക്കുന്ന മുഅ്മിനീങ്ങളോട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശം, ഉള്ളൂ അബ്സാറക്കും, നിങ്ങളെ കണ്ണുകളൊക്കെ ഒന്ന് ചിമ്മണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് പാലം കടന്നോട്ടെ, ശേഷം തുറക്കാം കണ്ണുകളെ. എന്താണ് ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് കിട്ടുന്ന ആ മഹത്വം? എന്താണ് അവർക്ക് കിട്ടുന്ന ആ സ്ഥാനം? അതുകൊണ്ട് ഒരൊറ്റ ഉമ്മയും ഒരൊറ്റ പെങ്ങളും എന്നെ 4 ആള് കാണണം, എന്റെ ഭംഗി എല്ലാവരും അറിയണം, ഞാൻ എല്ലാ ഭാഗത്തിലൂടെയും ഒരു തിളങ്ങുന്ന നക്ഷത്രമാകണം, എന്റെ ഭംഗിയിൽ ആസ്വദിച്ച് പലരും പലതും പലരിൽ നിന്നും കേൾക്കണം എന്നൊരാളും ചിന്തിക്കരുത്, എന്നൊരാളും ആലോചിക്കരുത്. ആ ചിന്തയിലോ ആലോചനയിലോ ആയിട്ടോ ഏതെങ്കിലും ഭാഗങ്ങൾ വെളിവാക്കി മറ്റുള്ളവരെ കണ്ണഞ്ചിപ്പിക്കുന്ന വിധം പുറത്ത് ഇറങ്ങിക്കൂടാ. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കണം. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പുറത്തിറങ്ങണം. അങ്ങാടിയിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാൻ ആണുങ്ങൾ ഉണ്ടായിരിക്കെ ഉമ്മമാര് പോകരുതേ. അങ്ങാടിയിൽ പോയി സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരാൻ ആണുങ്ങൾ ആൾക്കാരെ ഏർപ്പാട് ചെയ്യണം. അല്ലെങ്കിലോ ഉത്തരവാദപ്പെട്ട ആണുങ്ങൾ അത് വാങ്ങിക്കൊടുക്കണം. കൊട്ടയും പിടിച്ച് പാത്രവും പിടിച്ച് സൂപ്പർ മാർക്കറ്റുകളിൽ മുഴുവനും പെണ്ണുങ്ങൾ കൊട്ടിയെടുത്ത് ഇറങ്ങണ്. പിന്നെ ഡ്രസ്സ് നോക്കാൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? എന്റെ പോരേക്കുള്ള ഡ്രസ്സൊക്കെ ഞാനാ വാങ്ങല്. അപ്പൊ കാണാൻ ചില ആൾക്കാർ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നത് പറഞ്ഞാൽ പിന്നെയും തൂക്കിക്കൊണ്ടുവരും. പിന്നെ അവിടുന്ന് ഏകദേശം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയെങ്കിലേ ഒരു തട്ടം തന്നെ പറ്റുള്ളൂ. ഒരു തട്ടത്തിനാണിപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞ്. നല്ലതൊന്ന് നോക്കി സെലക്ട് ചെയ്തിട്ടെന്നാ ഇത് തൃപ്തിപ്പെട്ടെങ്കിൽ ഇത് സ്വീകരിക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയാം, മാറ്റിക്കൊണ്ടുവരാം. കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാ
റളീതു എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചു. ഒരു കുഴപ്പമില്ല. എന്താ കുഴപ്പം? എൻ്റെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഞാനാണ്. അപ്പൊ അപ്പുറത്തുള്ള എൻ്റെ അയൽവക്കത്തുള്ള സഹോദരിമാർ ചോദിക്കും എൻ്റെ പെണ്ണുങ്ങളോട്, അല്ല നിങ്ങളും കൂടി പോയിട്ട് എടുത്തതാണോ? അല്ല, അത് മൂപ്പരനെ എടുത്തുണ്ടെന്നാണ്. മൂപ്പർക്ക് നല്ല സെലക്ഷൻ അറിയാതെ പിന്നെ മേപ്പോട്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമുണ്ടോ? എടുത്തുകൊണ്ടാകും. കുട്ടിയൊക്കെ ഭംഗിക്ക് ചെയ്യുന്നത് എടുത്തുകൊണ്ടോണം. കളറും കാര്യങ്ങളും മറയൊക്കെ ഉള്ളത് അത് പെണ്ണുങ്ങളെ കൊടുന്നെങ്കിലേ തൃപ്തിയാകുള്ളൂ എന്ന് അങ്ങനെ വല്ല സിദ്ധാന്തമുണ്ടോ ഇസ്ലാമിലെവിടെങ്കിലും? ഇല്ല. നമ്മളെന്തിനെല്ലാത്തിനും അങ്ങാടിയിലൊക്കെ ചില ആണുങ്ങൾ മഹാമടിയന്മാരായിട്ടാണ്. നിങ്ങൾ ആണുങ്ങളെ വല്ലാതെ കുറ്റം പറയുന്നുണ്ട് ചില ആൾക്കാർ പരാതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി തന്നെയാണ് എന്ന്. അല്ലെന്നു ചോദിച്ചാൽ മടിയന്മാരായിട്ടല്ലേ? നമ്മൾ വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ വാങ്ങിക്കൊടുക്കേണ്ടത് എല്ലാത്തിനും. ഒരു സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായവരെ നമ്മൾ പോകൂല. അപ്പോഴും മദ്രസയിൽ മീറ്റിംഗ് അതിനും നീ അവിടെ ദിക്റുണ്ട് അതിനും നീ പോയിക്കും. ചോറ് വല്ലതും കൊണ്ടുവരും. അവിടെ കട്ടിലുമുണ്ടാവും ഉറങ്ങാതെ. പിന്നെ നമ്മളെന്തിനാ മീറ്റിങ്ങുകൾക്ക് പോകണം? ഒഴിവും കഴിവനുസരിച്ച് പോകണതിനൊക്കെ സാധനങ്ങൾ മേടിച്ചു കൊടുക്കണമൊക്കെ. എനിക്കങ്ങോട്ട് എത്താൻ കഴിയാത്ത രൂപമാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയും, സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിച്ചറിയാം, അവിടെ കൊണ്ടുപോയിട്ട് വരാന്തയിൽ വെച്ചാൽ മതി, ഞാൻ വിളിച്ചോളും, നിങ്ങളവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. അദ്ദേഹം അവിടെ കൊണ്ടുപോയി വെക്കും. അവിടെ എത്തിയാൽ എനിക്കൊന്ന് കോൾ ചെയ്യും, ഞാൻ അങ്ങോട്ട് ഫോൺ വിളിക്കുക, സാധനങ്ങളൊക്കെ അടുത്തിൻ്റെ അടുത്ത് ഉള്ളിലേക്ക് വെക്കണം. എന്താ ഇപ്പം എൻ്റെ പെണ്ണൊക്കെ അറിയില്ല, ഒന്ന് പറത്തിട്ട് അതിൻ്റെ മേലൊന്ന് പുറക്കിട്ട് ഒരു കൊട്ടയെടുത്ത് ഇങ്ങനെ പോകാൻ. സഹോദരിമാരെ ഇറങ്ങിപ്പോകരുത്. ആണുങ്ങൾക്ക് നല്ല ലിസ്റ്റ് കൊടുക്കുക, നല്ല പണിയും കൊടുക്കുക. നമ്മൾ ഉത്തരവാദിത്തമാണത്. വൈകുന്നേരങ്ങളിൽ അങ്ങാടിയിൽ പോയി വീട്ടിലേക്കുള്ള സാമഗ്രികളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന മഹാനായിരുന്നു ഇമാമുന ഷാഫിഈ റളിയല്ലാഹു. മഹാന്മാരൊക്കെ പരിശോധിച്ച് നോക്ക് നിങ്ങൾ. എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നത്. ഷാഫി ഇമാമ നിങ്ങൾ ഒരു തിരക്കില്ല, പള്ളിൻ്റെ മൂലക്കൽ ഇങ്ങനെ ദിക്റിൽ ഇരിക്കുന്നു, ഒരു പണിയില്ലേ, ദർസില്ലേ, ദീനീ ദഅവത്തില്ലേ, ഖിദ്മത്തില്ലേ. എന്നാലും ആ കൂട്ടത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് കുടുംബത്തിനുള്ള ആവശ്യമായ വസ്തുക്കൾ മുഴുവനും വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. അതൊരു ഇബാദത്ത് തന്നെയാണ്. പഠിച്ചവരുന്ന് കൂലിട്ടാണ്. അത് നമ്മൾ മടി കാണിച്ചിട്ട് അവരിറക്കിയാൽ അത് സംബന്ധിയായിട്ട് എന്തെങ്കിലും പിഴക് സംഭവിച്ചാൽ നമുക്കാണ് അതിൻ്റെ ഭാരം വരിക. അത് നല്ലോണം കരുതലോടെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. സഹോദരിമാരങ്ങനെ പുറത്തിറങ്ങാനായിട്ട് എപ്പോഴും താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുകയും ചെയ്യരുത്. അത്യാവശ്യത്തിന് പുറപ്പെടണം. രോഗം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പകരം ഒരാൾ പോകാൻ പറ്റുമോ? അത് പറ്റൂലല്ലോ. എൻ്റെ ഭാര്യൻ്റെ അസുഖം കാണിക്കാൻ ഞാൻ പോയിട്ട് കാര്യമുണ്ടോ? അത് ഭാര്യയും കൊണ്ടുപോണ്ടേ? അത് നിർബന്ധമാണ്, അല്ലാതെ നടക്കൂല. അത് അവരെയും കൊണ്ടുപോണ്ടേനല്ലേ? പരിശോധിക്കണം. എന്നിട്ട് പരിശോധിച്ചിട്ട് എവിടെയാണ് കേടുള്ളതെന്ന് പരിശോധിച്ച് ടെസ്റ്റ് ചെയ്യണം. അതിനുള്ള മരുന്ന് തരണം. അത് വേണ്ടതന്നല്ലേ? നിർബന്ധമാണ്. കല്യാണങ്ങൾക്ക് അവർ പോകുന്നിടത്ത് ഞാൻ മാത്രം പോയിട്ട് കാര്യമുണ്ടോ? അവരെയും കൊണ്ടുപോകണം. കുടുംബ സന്ദർശനത്തിന് കൊണ്ടുപോകണം. അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ പോകണം. ഖബർ സിയാറത്തിന് അതിൻ്റെ നിബന്ധനകളൊക്കെ പാലിച്ച് കൊണ്ടുപോകണം. അങ്ങനെയുള്ള സംഗതികൾ. ഞാനിപ്പോൾ പറഞ്ഞ വിഷയം അതൊന്നുമല്ല. അല്ല, തക്കാളിയും കിഴങ്ങും ഉള്ളിയും കൊമ്പളങ്ങയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ എല്ലാ ദിവസവും ഉമ്മമാരെ പെങ്ങന്മാരെ പറഞ്ഞേക്കരുത്. നമ്മുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്വമാണ്, നമ്മൾ നിർവഹിക്കണം. വസ്തുവകളൊക്കെ വാങ്ങിക്കൊടുക്കണം. അത് ഇബാദത്താണ്, കൂലി കിട്ടുന്നത്. മീൻ വാങ്ങുന്നതും ഇറച്ചി വാങ്ങുന്നതും ഒക്കെ അങ്ങനെ തന്നെ അല്ലേ? ഇപ്പം നാളെ വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിൽ എല്ലാ സ്ഥലത്തും, ഇവിടെ ഇല്ല ഇറച്ചിയില്ലേ? ഉണ്ടാവും, എല്ലാ സ്ഥലത്തും ഉണ്ടാവും. വെള്ളിയാഴ്ച ആകുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. അപ്പോൾ ഇറച്ചി വാങ്ങാൻ വേണ്ടി അതിന് പിന്നെ പൊതുവെ പെണ്ണുങ്ങൾ വരാറില്ല, ആളുകളുടെ പോയിട്ട് ഇറച്ചി വാങ്ങും. അതേ രൂപത്തിൽ തന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളും. അത് കൂട്ടത്തിലൊന്ന് ഞാൻ പറഞ്ഞതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗ്രേഡ്